ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫീനിക്സ് കെയറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നൊരു ബോട്ടിൽ ആർട്ടാണ് ചെയ്യാൻ പോകുന്നത്. ബോട്ടിൽ ആർട്ടിൽ നമ്മൾ കൊണ്ടുവരാൻ പോകുന്നത് ഒരു ഫോക്ക് ഐറ്റമാണ്. അപ്പോൾ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് വീഡിയോ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കരുതേ. അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് കടക്കാം. നമ്മൾ ആദ്യമേ ഒരു ബോട്ടിൽ എടുത്ത് കാണിച്ചിരുന്നു, അതാണ് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. അതിനുശേഷം നമ്മളൊരു കാർഡ്ബോർഡ് എടുത്തൊന്ന് മടക്കിയിട്ട് ഇങ്ങനെ ഒരു ആർക്ക് നമ്മൾ വരച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഈ ആർക്ക് നമ്മൾ കട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് നമ്മൾ എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ബോട്ടിലിൻ്റെ നെക്കിന് താഴെയായിട്ടുള്ള ഭാഗത്തായിട്ട് നമ്മളിത് ഇത്തരത്തിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഞാൻ ഫോയിലിങ്ങിൻ്റെ ടേപ്പ് വെച്ചാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം ഞാൻ ഫെവിക്കോൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം അതിനുശേഷം നമ്മളിപ്പോൾ ഒരു റൗണ്ട് ഷേപ്പിൽ കുഞ്ഞ് 2 റൗണ്ട്സായിട്ട് കാർഡ്ബോർഡ് വെട്ടിയെടുത്തിട്ട് ചെവി വരുന്ന ആ ഭാഗത്തായിട്ട് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഇതിനെല്ലാം ടേപ്പ് വെച്ചാണെങ്കിലും അതിനകത്തായിട്ട് ഞാൻ ഫെവിക്കോൾ യൂസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം ഞാൻ വൈറ്റ് പെയിൻ്റാണ്, ആക്രിലിക് പെയിൻ്റാണ് മൊത്തത്തിൽ ഞാനൊന്ന് അടിക്കുന്നത്. കാരണം നമുക്ക് പിന്നീട് വൈറ്റ് അടിച്ചാൽ ഏത് കളർ വേണമെങ്കിലും നമുക്കിതിൽ അപ്ലൈ ചെയ്യുമ്പം എളുപ്പത്തിൽ അങ്ങ് പിടിച്ചോളും. അപ്പോൾ അതിന് വേണ്ടിയാണ്. അതിനുശേഷം ഞാൻ ടിഷ്യൂ പേപ്പർ ഇങ്ങനെ എടുത്ത് ഒന്ന് ചുരുട്ടി ഒരു കയറ് കണക്കെ ആക്കിയിട്ട് പിരിച്ച് വെച്ചിട്ട് ആ തലയുടെ ഭാഗം ഒന്ന് എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ വെച്ചിട്ട് ഞാൻ കുറച്ച് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ സ്കിൻ ടോണാണ് ബോട്ടിലിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഫേസിൻ്റെ ഭാഗമാണത്, അതിനുവേണ്ടിയാണ് സ്കിൻ ടോൺ അപ്ലൈ ചെയ്യുന്നത്. മൊത്തത്തിൽ നമ്മളത് സ്കിൻ ടോൺ ആയിരിക്കില്ല, അതിന് പുറത്തായിട്ട് ഒരു ചന്ദന കളർ വരത്തക്ക രീതിയിലും നമ്മൾ റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചെയ്തിട്ട് നമ്മൾ ഇപ്പോൾ ട്യൂബ് ഒരെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട് പേപ്പർ ഉപയോഗിച്ച്, അതൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ടേപ്പ് വെച്ച് ഒട്ടിക്കാൻ കാരണം നമുക്കിത് കുഞ്ഞു പീസസ് ആയിട്ട് കട്ട് ചെയ്ത് എടുക്കേണ്ടതായിട്ടുണ്ട് ഒരേ അളവിൽ. അപ്പോൾ അത്തരത്തിൽ ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ട് ആ തലയുടെ ആ ഭാഗത്തായിട്ട് ഇത്തരത്തിൽ കിരീടത്തിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് ഇത്തരത്തിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ കാന്താരയിലെ ഫോക്കിനെ മോഡലാക്കിക്കൊണ്ടാണ് ഈ ഒരു ക്രാഫ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് ഇത്തരത്തിലാണ് ട്യൂബ് കണക്ക് ഇരിപ്പുണ്ട്, ഏകദേശം ഒരു ബുള്ളറ്റൊക്കെ പോലെ ഇരിക്കുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ അതിനുശേഷം ഞാൻ കാർഡ്ബോർഡിൻ്റെ ഏറ്റവും പുറം ഭാഗത്തായിട്ട് ഇത്തരത്തിൽ ഒരു ലെയർ ഞാൻ വരച്ചു കൊടുത്തിട്ട് അവിടെയും ഞാൻ ട്യൂബ് ഒട്ടിച്ചിട്ട് ചെറിയ രീതിയിൽ മഞ്ഞ കളർ ഞാൻ ഫേസിന് അപ്ലൈ ചെയ്യുന്നുണ്ട്. കാന്താരയിലേത് ഫുള്ളും ഒരു ചന്ദന കളറാണ് ഫേസിൽ അവർ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഒരു ചെറിയ ലൈറ്റ് രീതിയിൽ ഞാൻ ഈ യെല്ലോയും കൂടെ സ്കിൻ ടോണിന് മുകളിലായിട്ട് അപ്ലൈ ചെയ്യുന്നത്. അതിനുശേഷം അതിൽ ഞാൻ കാണുന്നത് നെറ്റിയിലായിട്ട് കുറച്ച് ആർട്ടുകൾ അവർ കൊടുത്തിരിക്കുന്നതായിട്ട് ഞാൻ കണ്ടിരുന്നു. അപ്പോൾ അതിൽ ആദ്യമേ നെറ്റിയിൽ ഇത്തരത്തിൽ പുരികം പോലിരിക്കുന്ന ഒരാർട്ടാണ്. അപ്പോൾ അതിന് മുകളിലായിട്ട് ഒരു ലെയർ വരച്ചിട്ട് അതിന് മുകളിലായിട്ട് കുറേ ഡോട്ട്സ് ഇങ്ങനെ അടുത്തടുത്തിരിക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടത്. പിക്ക് കണ്ട ഒരു ചെറിയ ഒരു മോഡലാണ് ഞാനിവിടെ ചെയ്യുന്നത്. അപ്പോൾ അതിനുശേഷം അതിന് മുകളിലായിട്ട് ഒരു ലെയർ വരച്ചിട്ട് ഇതേപടി ചെയ്ത് ഇതിന് മുകളിലായിട്ട് ഒരു കോണ് കണക്കെ വരച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലായിട്ട് ഒരു ചെറിയ സ്ക്വയർ അവർ വരച്ച് വെക്കുന്നുണ്ട്. അപ്പം അതിന് ശേഷം ഞാൻ പുരികവും കണ്ണുമാണ് വരയ്ക്കുന്നത്. അപ്പോൾ ഈ ഒരു ആർട്ട് ഫോമിൻ്റെ എന്ന് പറഞ്ഞാൽ പുരികം എന്ന് പറഞ്ഞാൽ നല്ല നീളത്തിലുള്ള പുരികമായിരുന്നു അവർ വരച്ചിരിക്കുന്നത്. അതിനുശേഷം ഞാൻ മൂക്കിൻ്റെ ആ ഒരു ഇരുണ്ട ഭാഗം ഡാർക്ക് ഷെയ്ഡ് ഞാനത് ബ്ലാക്ക് വെച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഇവർ താടിയുടെ ഭാഗത്തായിട്ട് ഞാൻ അതിലൊരു ആർട്ട് കണ്ടിരുന്നു. അപ്പോൾ അത് ഇത്തരത്തിലായിരുന്നു കണ്ടിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ കണ്ട രീതിയിൽ തന്നെ വരയ്ക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഒന്ന് വരച്ചിട്ട് അതിൻ്റെ ഉള്ളിലായിട്ട് ഫുൾ ബ്ലാക്ക് ഷെയ്ഡാണ് ഞാൻ പിക്ചറിൽ കണ്ടത്. അതിനുശേഷം കുറേ ഡോട്ട്സ് അതിൻ്റെ ആ മുകളിലായിട്ട് അവർ കൊടുത്തിരിക്കുന്നതായിട്ട് ഞാൻ കണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് മൂക്കിൻ്റെ മുകളിലായിട്ട് 2 വരയുണ്ടായിരുന്നു. അപ്പോൾ അത് കൊടുത്തിട്ട് ഞാനിപ്പോൾ ലിപ്പാണ് ചെയ്യുന്നത്. ലിപ്പ് ചെറിയ ഒരു വ്യത്യാസമുണ്ട്. നമ്മൾ സാധാരണ കാണുന്ന ആർട്ടിലെ ലിപ്പിനെ അപേക്ഷിച്ച് കുറേ വ്യത്യാസങ്ങളുണ്ടായിരുന്നു.
അപ്പം അതിന് ശേഷം നെറ്റിയിലായിട്ട് ഒരു ഡയമണ്ട് രീതിയിലും വരച്ചു കൊടുത്തിട്ട് കണ്ണിൻ്റെ ഉള്ളിലായിട്ട് വെള്ള കളറ് വരച്ചു കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ കണ്ണിലെ കൃഷ്ണമണിയാണ് വരച്ചു കൊടുക്കുന്നത്. അതൊരു സൈഡിലേക്ക് നോക്കുന്ന രീതിയിലാണ് ഞാൻ വരച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മുടെ ചുളിവുകളുള്ള ഭാഗങ്ങൾ കാണുമല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള ചുളിവുകളുള്ള ഭാഗങ്ങളിൽ ചെറിയൊരു ബ്ലാക്ക് ഷെയ്ഡ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ ബ്ലാക്ക് കളർ എടുത്ത് വേറൊരു ഭാഗത്തായിട്ടൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുത്തിട്ട് ബാക്കി വന്നിരിക്കുന്ന ആ ബ്രഷിലെ ഭാഗങ്ങളാണ് ഇത്തരത്തിൽ ഞാൻ ഷെയ്ഡ് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഞാനൊരു കുഞ്ഞ് കാർഡ്ബോർഡ് എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് കട്ട് ചെയ്തെടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഇങ്ങനത്തെ ഒരു രൂപത്തിലാണ്, ഒരു പാമ്പിൻ്റെ പത്തിയുടെ കണക്കെ. അപ്പം ആർട്ട് ഫോമിൽ ഞാൻ ഇത്തരത്തിലൊരു രൂപം അതിൻ്റെ കിരീടത്തിന് മുകളിലായിട്ട് കണ്ടിരുന്നു. അപ്പോൾ ചെവിയുടെ ഭാഗത്തായിട്ടും അതിരിക്കുന്നതായിട്ട് കണ്ടതുകൊണ്ട് ചെവിയുടെ ഭാഗത്ത് ഞാൻ MC വെച്ച് ഒന്ന് പത്തി കണക്കെ മുമ്പോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. 2 ചെവിയുടെ ഭാഗത്തും നമ്മളിത് കൊടുക്കുന്നുണ്ട്. അത്തരത്തിൽ കൊടുത്തിട്ട് കുഞ്ഞ് ട്യൂബ് അതിൻ്റെ നടുക്കൂടായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ട് നമ്മൾ മുകളിലത്തെ ഏറ്റവും വലിയ പത്തി കണക്കെ ഇരിക്കുന്ന ഭാഗത്തും MC വെച്ച് അത്തരത്തിലൊന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് റെഡിയാക്കി എടുത്തതിന് ശേഷം നമ്മൾ MC കുറച്ചെടുത്തിട്ട് കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് ഉള്ളിലുള്ള ട്യൂബുകളുടെ മുകളിലായിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ കാണുന്ന പിക്കിനകത്ത് ഒരു ബുള്ളറ്റ് പോലെ ഇരിക്കുന്ന തരത്തിലുള്ള ഒരു ആർട്ടാണ് ഇതിന് മുകളിലായിട്ട് വരുന്നത്, ആ കിരീടത്തിനുള്ളിലായിട്ട് വരുന്നത്, ട്യൂബ് കണക്കെ ഇരിക്കുന്നിടത്ത്. അതിനാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അതിനുശേഷം ഞാൻ കുറച്ച് വൂളൻ ത്രെഡ് എടുത്തു. വൂളൻ ത്രെഡ് ഇത്തരത്തിലെടുത്തിട്ട് ഞാൻ സൂചി നൂല് ഉപയോഗിച്ച് ചെവിയുടെ ഭാഗത്തായിട്ടുള്ള ഒരു പത്തി കണക്കെ ഇരിക്കുന്നതിൻ്റെ താഴെയായിട്ട് ഒന്ന് തുന്നിച്ചേർത്ത് പിടിപ്പിക്കുന്നുണ്ട്. അപ്പം അത് 2 ചെവിയുടെ ഭാഗത്തായിട്ടും നമ്മൾ ഒന്ന് വെച്ച് കൊടുത്തിട്ട് കുറച്ച് പശ പുരട്ടി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ക്രാഫ്റ്റിംഗ് പേപ്പർ എടുത്തിട്ടുണ്ട്. ഈ ഒരു നടുക്കത്തെ പ്ലെയിനായിട്ടിരിക്കുന്ന ഭാഗത്ത് അവരുടെ ഒരു കിരീടത്തിൽ കൂടുതലും പൂക്കളാണ് ഞാൻ കണ്ടത്. അപ്പം അത് അത്തരത്തിലൊന്ന് വരാൻ വേണ്ടി ചെറിയതായിട്ട് ചുരുട്ടി നമ്മൾ ആ പശ പുരട്ടിയിടത്തെല്ലാം ചുരുട്ടി ഒന്ന് ഈ ക്രാഫ്റ്റിംഗ് പേപ്പർ ഒട്ടിച്ചൊട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിൽ വെറുതെ ഒന്ന് വെച്ച് കൊടുത്താൽ മതിയാകും. ചുരുട്ടി വെച്ചാൽ മതി. അപ്പം ഉയർന്നിരിക്കുകയും ചെയ്യും. അപ്പോൾ അത്തരത്തിലൊന്ന് എല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട്. അതൊന്ന് സെറ്റായി വന്നതിന് ശേഷം നമുക്കിനി ചെയ്യാനുള്ളത് ഈ ഒരു യെല്ലോ കളറ് നമുക്ക് ബാക്കി എല്ലാ ഭാഗത്തും ഇപ്പം നമ്മുടെ വൈറ്റായിട്ടിരിക്കുന്ന എല്ലാ ഭാഗങ്ങളിലും നമുക്ക് അടിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതൊന്ന് ഫുള്ളായിട്ട് അടിച്ചു കൊടുത്തിട്ട് നമുക്ക് പിന്നീട് എടുക്കാനുള്ളത് ഗോൾഡൻ ഷെയ്ഡാണ്. അപ്പോൾ ഈ ഗോൾഡൻ ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അടിക്കാൻ പോകുന്നില്ല. ചെറിയൊരു ഗ്ലേസിങ് കിട്ടാൻ വേണ്ടി മാത്രമായിട്ട് പലയിടത്തായിട്ട് നമ്മൾ കിരീടത്തിൻ്റെ പലയിടങ്ങളിലായിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഉയർന്നിരിക്കുന്ന ഭാഗങ്ങളിലെല്ലാം ഒന്ന് വെറുതെ ഒന്ന് ഗ്ലേസിങ്ങിന് വേണ്ടി മാത്രമായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതാണ് ഈ ഒരു ഗോൾഡൻ കളറ്. അപ്പോൾ അത് അത്തരത്തിൽ മൊത്തത്തിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഒരു ചുമന്ന കളർ ഉപയോഗിച്ച് ഇത്തരത്തിൽ പത്തിയുടെ ഭാഗങ്ങളൊന്ന് വരച്ചെടുക്കാം. അപ്പോൾ അതിനകത്ത് പിക്കിനകത്ത് ഞാൻ ഇത്തരത്തിലൊരു ഡ്രോയിങ് കണ്ടിരുന്നു. അപ്പോൾ അതൊന്ന് നടുക്കൂടെ വന്നിട്ട് ഇത്തരത്തിലിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ബ്രാഞ്ച് കണക്കെ പത്തിയിലിരിക്കുന്ന ആ ഒരു പിക്ക് പോലെ തന്നെ നമ്മൾ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ചെവിയുടെ ഭാഗത്തേതിലും നമ്മൾ അത്തരത്തിൽ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിൽ ഒന്ന് വരച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇനിയുള്ളത് ബ്ലാക്ക് കളർ ഉപയോഗിച്ച് ഈ ട്യൂബുകളുടെ ഇടയിലായിട്ട് ഇത്തരത്തിൽ കുറച്ച് ലെയറുകൾ വരച്ചു കൊടുക്കണം. അപ്പോൾ അത് നമ്മൾ താഴത്തെ ട്യൂബുകളിലും വരച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇതേ കണക്കിന് തന്നെ നമുക്ക് മുകളിലത്തെ ട്യൂബുകളിലും വരച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. താഴത്തെ ട്യൂബിന് വരച്ചു കൊടുക്കുമ്പം ഇങ്ങനെ കുറച്ച് ലെയറുകൾ വരച്ചിട്ട് താഴ്ഭാഗത്തായിട്ട് താഴോട്ട് നമ്മൾ കുറച്ച് വരകളൂടെ വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ മുകളിലെത്തിയതിലും വരച്ച് അതെല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് നമ്മുടെ വൂളൻ ത്രെഡിൻ്റെ അളവൊക്കെ കറക്റ്റാക്കി എടുത്തിട്ട് നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന നമ്മുടെ ഗോൾഡൻ ലേസ് ഉണ്ടല്ലോ അതൊന്ന് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഏകദേശം എല്ലാം സെറ്റായി വന്നിട്ടുണ്ട്. നമ്മുടെ കാന്താര ബോട്ടിലാർട്ട് പൊളിയാണോ? പൊളിയാണെങ്കിൽ കമൻ്റ് ഇടാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കരുതേ. അടുത്ത വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നിടം വരെ ടാറ്റാ.